ഡോക്ടറെ, ഒരുപാട് പെൺകുട്ടികളെ കല്യാണ സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഗ്ലോ കിട്ടണം, കുറച്ച് ദിവസത്തേക്കൊക്കെ നിലനിൽക്കണം എന്നൊക്കെ ഉള്ളപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പോകും. അതിന് പകരമായിട്ട് ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ എത്രമാത്രം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം നോളജ് ഉണ്ടെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ചിലരെങ്കിലും ഒന്നും മടിച്ചു നിൽക്കില്ല. അങ്ങനെയുള്ളവരെ ഡെർമറ്റോളജിസ്റ്റിനെ സഹായിക്കാൻ പറ്റുമോ? അതെ അതെ, നമുക്ക് ഇങ്ങനെ ആക്ച്വലി പല ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് സ്കിൻ അസസ് ചെയ്യണം. ഓയിലി സ്കിന്നോ വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ, പിമ്പിൾസ് ഉണ്ടോ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ നമ്മുടെ മെയിൻ കൺസേൺ ആണെങ്കിൽ അതിന് വേണ്ടി പ്രത്യേകിച്ച് പീൽസ് ഉണ്ട്. അപ്പൊ കെമിക്കൽ പീൽസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ കുറച്ചും കൂടി സമയം വേണം ഇതിന്റെ ഇഫക്റ്റ് വരാൻ വേണ്ടി. അതും പല സെഷൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ഹൈഡ്രാ ഫേഷ്യൽ ഇപ്പൊ ഞാനിവിടെ കണ്ടു, ഇവിടുത്തെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഹൈഡ്രാ ഫേഷ്യൽ കണ്ടു. പക്ഷെ ഇത് ഒരുപാട് പാർലറുകളിലും എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് ഒരു മഷീന്, പിന്നെ ഡെർമറ്റോളജിസ്റ്റ് ആണ് നമ്മളാണ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചാണ് ഇതിന്റെ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അത് കുറച്ചും കൂടി സേഫാ. അപ്പോൾ അത്രയ്ക്കും സമയം ഇല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രാ ഫേഷ്യൽ പ്ലാൻ ചെയ്യാം. അത് ശരിയാണ്.